ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ സിയാറ്റിൽ യാത്രയുടെ 2ാം ദിവസമാണ് ഇന്ന്. ഇന്ന് ഞങ്ങൾ മൗണ്ട് റെയിനിയർ നാഷണൽ പാർക്കാണ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൗണ്ട് റെയിനിയർ നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിലാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ നാഷണൽ പാർക്കാണ്. ഒരുപാട് കാഴ്ചകളും ഒക്കെ ഉണ്ട്, നമുക്ക് കാണണം. റെഡിയല്ലേ? നമ്മുടെ ഊട്ടിയെ ഓർമ്മിപ്പിക്കുന്ന വിധമുള്ള ഒരു പ്രകൃതി ഭംഗിയാണ്. ഇടയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള വെള്ളം ഒഴുകുന്ന ഒരു പുഴ ഞങ്ങൾ കണ്ടു. ഒരു കഞ്ഞിവെള്ളം പോലാണ് ആ വെള്ളത്തിൻ്റെ നിറം. പേര് ക്രിസ്റ്റൽ റിവർ എന്നായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ വെള്ളം ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടോ എന്തോ ഒരു കലങ്ങിയ മട്ടല്ല, ഒരു വെള്ള നിറം, പാലിൻ്റെ നിറത്തിലുള്ള ഒരു തരം വെള്ളമായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 7000 മൈൽ ഉയരെ നിൽക്കുന്ന ഈ മൗണ്ട് റെയിനിയറിലേക്ക് ആണ് ഇനി നമ്മൾ പോകുന്നത്. ഓഫ് റോഡ് റൈഡാണ് കേട്ടോ. മൊത്തം പൈൻ മരക്കാടുകളാണ്. ഒരു വശം വലിയ കൊക്കയും മറ്റേ വശം മലയും. അങ്ങനെ നേരെ കുത്തനെ മേലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങ് എത്തിക്കഴിയുമ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറയാൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണാം. ഡ്രൈവറെ, ഇത് കഴിഞ്ഞിട്ട് ചായ പണി മേടിച്ചിരുന്നതാണ്. ആ കാണുന്നതാണ് മൗണ്ട് റെയിനിയറിൻ്റെ ദൂരെ നിന്നുള്ള കാഴ്ച. ഇവിടം ശരിക്കും സ്വർഗമാണ് കേട്ടോ. ഹൈറ്റ്സിന് അല്പം ഭയം ഉള്ളതുകൊണ്ട് ഇത്രയും വലിയ കൊക്ക കണ്ടപ്പോൾ ഞാൻ അവിടെ ചാടി ഇറങ്ങി. ധൈര്യശാലിയായ ദേ വരുന്നു. ക്യാമറ കൊണ്ട് എടുക്കാം. ഡ്രൈവ് ചെയ്ത് എത്താവുന്ന വഴി ഇനിയും കുറേ മുകളിലേക്കും കൂടെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടും കൂടെ പോയിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നത് ടിപ്സോ ലേക്ക് കാണാനായിട്ടാണ്. വഴിയുടെ ഇരുവശവും പ്രകൃതി ഭംഗി പലതരത്തിൽ വിരിച്ചു വെച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ കേട്ടോ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ അനുഭവം. സമുദ്രനിരപ്പിൽ നിന്ന് 5000-ഓളം മൈൽ ഉയരത്തിലുള്ള ഈ മൗണ്ട് റെയിനിയർ മലയുടെ മുകൾ ഭാഗത്തുള്ള ഒരു ലേക്കാണ് ടിപ്സോ ലേക്ക്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചുറ്റും മനോഹരമായ കളേഴ്സ്. ഫാളിലാണെങ്കിൽ വളരെ നല്ല കളേഴ്സ് ഉണ്ടാവും, സമ്മറിലാണെങ്കിൽ നല്ല വൈൽഡ് ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ലക്ക് കിട്ടിയേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളേഴ്സും ഫ്ലവേഴ്സും കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പോകാം. അധികം ആഴമൊന്നുമില്ല ലേക്കിന്, പക്ഷേ അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് ഏറ്റവും മനോഹരം. വരച്ചു വെച്ചതുപോലെയാണ് പ്രകൃതി ഇരിക്കുന്നത്. അവിടെ കുറേ സമയം ചിലവഴിച്ചു, കുറേ ഫോട്ടോ എടുത്തു. പിന്നീട് ഞങ്ങൾ തിരിച്ചു. കാരണം ഇന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ കുറച്ച് ദൂരെയാണ്. കാരണം നാളെ ഒളിമ്പിക് നാഷണൽ പാർക്ക് കാണാൻ വേണ്ടി പോകേണ്ടതാണ്. മൗണ്ട് റെയിനിയറിൻ്റെ ഭംഗിയുടെ 100-ൽ 1 മാത്രമേ എനിക്ക് വീഡിയോസിലൂടെ നിങ്ങളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിലും
എന്നെക്കൊണ്ട് സാധിക്കുന്നതുപോലെ ഇനിയുള്ള കാഴ്ചകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.